ഹണ്ട് മിസ്റ്ററി സൈക്കോളജിക്കൽ ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. പടം നേരത്തെ കണ്ടത് തന്നെ. പിന്നെ ഇവിടെ അത്യാവശ്യപ്പെട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊന്നും മുട്ടി ആരും ചാവാനൊന്നും കിടക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല നല്ല വാർത്തകളാണല്ലോ ഓരോ അരമണിക്കൂർ കൂടുന്തോറും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ എന്തിന് ആർക്ക് അങ്ങനത്തെ ഒരു മൊത്തത്തിൽ ഒരു മനസ്സ് മടുത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ സമയ സൗകര്യം നോക്കി പതുക്കെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും കണ്ടതല്ലേ പറഞ്ഞിട്ടിപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഹണ്ട് റിവ്യൂ ഇടുമെന്ന്. കുറേ പേര് ചോദിക്കാണ് ഈ ഇതിൻ്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ എന്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് വയ്ക്കുമ്പോഴായിരിക്കും ഈ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം മാറും പോലെ പടപടയതിലെ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഇത്രയും നാറി പുഴുവി അളിവി ഇതിനു മുമ്പേ മലയാള സിനിമ ഇൻഡസ്ട്രി നിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ മറ്റേ റിവ്യൂ ഇടുമ്പോൾ ഇൻഡസ്ട്രി തകർക്കുകയാണ്, കുറേ പേരെ തൊഴിലാണ്, തേങ്ങയാണ്, ഇതൊക്കെ അല്ലേ അമ്മേരെ തൊഴിൽ. ഞാനൊന്നും പറയില്ല. നമ്മൾ സിനിമയെക്കുറിച്ച് പറയാം. ഹണ്ട് ഭാവന ഒരു PG ഫോറൻസിക് സ്റ്റുഡൻ്റാണ്. കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രഞ്ജി പണിക്കർ അവിടെ വരെയാണ്. രഞ്ജി പണിക്കർ പാരാസൈക്കോളജി വിദഗ്ധനാണ്. അപ്പം ഈ ഭാവനയ്ക്ക് പാരാസൈക്കോളജിയൊക്കെ മറ്റേ ഒരു സ്യൂഡോ സയൻസ് ആണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇയാൾ വോട്ടെടുപ്പൊക്കെ നടത്തും. വന്നിട്ട് ആരൊക്കെയാണ് ഇത് നല്ലതെന്ന് വിശ്വസിക്കുന്നത്, ആരൊക്കെയാണ് ഇതിനെക്കുറിച്ച് പാരാസൈക്കോളജിയെക്കുറിച്ച് അറിഞ്ഞൂടാന്ന് വിശ്വസിക്കുന്നത്, ആരാണിത് സ്യൂഡോ സയൻസ് എന്ന് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും ഭാവന പൊക്കി. അങ്ങനെ എന്നാൽ നീ ഇങ്ങോട്ട് വാങ്ങിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പിടിച്ചിരുത്തിയിട്ട് മെൻ്റലിസം കാണിക്കുകയാണ്. നമ്മൾ അർജുനൊക്കെ ചെയ്യൂലേ, മെൻ്റലിസമൊക്കെ കാണിച്ച് അവളെ അങ്ങ് അതിശയിപ്പിക്കുകയാണ്. ഇതാണല്ലേ പാരാസൈക്കോളജി. പിന്നെ തൊട്ട് പിറകെ ഒരു പ്രേതം ഭാവനയുടെ പിറകെ കൂടുന്നു. ഭാവന എവിടെ പോയാലും പ്രേതം വന്നിട്ട് പട്ടി ഒന്നിങ്ങനെ ഓട്ട് വേടും പോലത്തെ ഒരു BGM ഇട്ട് ഇങ്ങനെ പ്രേതം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എന്താ സംഭവം എന്നൊന്നും പുളി കിട്ടില്ല. ഇപ്പം ഇവള് സംഭവം ഈ പാരാസൈക്കോളജി മറ്റത് ഇതാണെന്നൊക്കെ അംഗീകരിച്ചുകൊണ്ട് നേരെ സാഷ്ടാംഗം രഞ്ജി പണിക്കരുടെ പാതാരബിന്ദങ്ങളിലേക്ക് അനുഗ്രഹം വാങ്ങിച്ചിട്ട് എന്താണ് സംഭവം ചോദിച്ചപ്പോഴേക്കും ഇത് ഇതാണ്, ഇതിൻ്റെ പ്രേതമായിരിക്കും, ഇല്ലെങ്കിൽ വേറെ മനസ്സിൻ്റെ ഇതായിരിക്കും എന്നാണ് കുറേ. അപ്പോൾ പ്രേതമായിട്ട് ഒരേ വേവ് ലെങ്തുള്ള ഒരേ വൈബുള്ള ഒരാളുമായിട്ട് പ്രേതം കണക്റ്റ് ആവുള്ളൂ. അങ്ങനെ കണക്റ്റ് ആയതാണ് ഭാവന. ഇപ്പോൾ പ്രേതത്തിന് പഴയൊരു ക്രൈം അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്, പഴി വാങ്ങേണ്ടതുണ്ട്. ഇതൊക്കെയാണ് പ്രേതത്തിൻ്റെ പ്രശ്നം. ഇത് പ്രേതത്തിനെല്ലാം അറിയാം ആരാണ് എന്താണെന്നുള്ളത്. ഇതിൻ്റെ പ്രേതത്തിന് മറ്റേ കുറ്റവാളിയെ കാണിച്ചു കൊടുത്തിട്ട് പഴി വാങ്ങിയപ്പോൾ ഇത്രയും ഇട്ട് ഓട്ടിക്കിടത്തിട്ടാണ് ഞാൻ ആലോചിച്ചത്. ഓരോ ഹിൻഡ് കൊടുക്കണം, ഓരോ ഗെയിം മറ്റേ GTA ഗെയിം പോലെ ഓരോടത്ത് ഓരോ മിഷൻ കംപ്ലീറ്റ് ആക്കി പോകണം നമ്മളെ ഭാവന, എന്നാലേ അയാളെ കൊല്ലാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനെ സമയം കളയാനൊന്നും താല്പര്യമില്ലാത്ത എന്ത് ചെയ്യും, യൂട്യൂബിൽ ഈ GTA ഗെയിമിൻ്റെ ഫുള്ള് അപ്ലോഡ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടാവും കളിച്ചത്. അതിൻ്റെ ക്ലൈമാക്സ് എടുത്ത് നോക്കിയാൽ പോരെ. അപ്പോൾ പ്രേതത്തിന് ക്ലൈമാക്സിൽ ആൾ ഇന്നതാണെന്ന് തന്നെ അവനെ അങ്ങ് പഴി വാങ്ങിച്ചാൽ പോരെ. ഇല്ലെങ്കിൽ അതിനുള്ള തെളിവ് കൊടുക്കാനാണെങ്കിൽ അതിനുള്ള വഴി ഏൽപ്പിച്ചു. എന്തിനാണ് ഈ ഭാവന ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ട ഇടയിൽ അങ്ങനെ പോയി പിന്നെ അങ്ങോട്ട് റിവെഞ്ച്. സാധാരണ സിനിമയ്ക്ക് വരും പോലത്തെ കറക്റ്റായിട്ടുള്ള ഒരു അതേ സീക്വൻസ്, റിവെഞ്ച് പരിപാടി, ക്ലൈമാക്സ് ഇതൊക്കെ തന്നെ. അങ്ങോട്ട് പോകാൻ ഇത് മടുപ്പായി തുടങ്ങി. എന്താണ് നമുക്കറിയാടെ ഇനി എന്തൊക്കെയാണ്. കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല, പറയാനൊന്നുമില്ല. വെറുതെ കൈലാസ് ഇത് മാറ്റി പിടിക്കണം കേട്ടോ. കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ പിടിക്കണം. കുറേയൊക്കെ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് തവണ ഒരുപാട് സിനിമകളിലൊക്കെ വന്നു പോയ സീനുകളൊക്കെയാണ്. അതൊക്കെ തന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആൾക്കാർക്ക് കാണണമെന്നൊന്നുമില്ല. ഞാൻ പിന്നെ ഇതുപോലെ പറഞ്ഞിരുന്നത് എനിക്കെന്ത് പറയാൻ, അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. പിന്നെ ഭാവന നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, കുഴപ്പമൊന്നുമില്ല. ചന്തുനാഥ് നല്ല ഒരു ക്യാരക്ടറായിരുന്നു. നന്നായിട്ട് ചന്തുനാഥ് പെർഫോം ചെയ്തിട്ടുണ്ട്. അജ്മൽ അമീറുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. പിന്നെ രഞ്ജി പണിക്കർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിഥി രവിയുണ്ട്, രാഹുൽ മാധവ്, അനു മോഹൻ, നന്ദു ഉണ്ട്. നന്ദു ഇടയ്ക്കിടയ്ക്ക് അതാണ്ടാ കേരള പോലീസ്, ഇതാണ്ടാ കേരള പോലീസ്, കണ്ടോടാ കേരള പോലീസ് എന്ന് പറഞ്ഞ് കേരള പോലീസിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന് നിന്നിട്ട് പഞ്ചടിക്കുന്ന ആളാണ്. പിന്നെ വിജയകുമാറുണ്ട്. ഈ പടത്തിൽ ആരെയും ചതിക്കണമെന്നില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ ഒരു ഏറ് പിടിച്ചൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പത്മനാജ് രതീഷ്, പുള്ളിക്കാരൻ രതീഷിൻ്റെ മോൻ ഈ സിനിമയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഡെയിൻ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു സിനിമ നമ്മളത് ഇതിനു മുമ്പേ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എങ്കിൽ പോലും, ഒരു അറിവില്ല എങ്കിൽ പോലും, ഷാജി കൈലാസിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സീൻ നമ്മൾ ഈ TV-യിലൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് നേരം കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഷാജി കൈലാസാണ്. ആ സിഗ്നേച്ചറിൽ അതുപോലത്തെ ഷോട്ടുകൾ തന്നെ ഇങ്ങനെ കറക്കണ ക്യാമറ പരിപാടി എല്ലാം ഇതിൽ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ BGM അപ്പോൾ സിനിമ ഫുള്ള് BGM എല്ലായിടത്തും അടിച്ച് പറത്തിക്കാണ് BGM ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് മറ്റേ തെയ്യം തക്ക തെയ്യം താഹ ഈ ഡാൻസിൻ്റെ ഇപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേജ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ സാധനമില്ലേ, അതിൻ്റെ ചെറുതായിട്ട് പിച്ചൊക്കെ മാറ്റിയിട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട്. അതാണ് പ്രേതത്തിൻ്റെ BGM. വല്ല ആവശ്യം ഉണ്ടായിരുന്നാൽ പോയി കാണാനെന്ന് തോന്നിച്ച ഒരു സിനിമയാണ് ഹണ്ട്. എന്തരാ വരട്ടെ.